Agrobiotech Research Center Limited, the pioneers of organic fertilizers with a legacy of 31 successful years. We are happy to welcome Honorable Agriculture Minister of Kerala, Shri P. Prasad, to our company. Our respected Chairman, Shri Raju Jacob Kochat, our General Manager, Shri Shibu Antony, and our scientist, Dr. Hemant Aravind, were jointly received him to our office. Dr. Radhakrishnan, Director of Bioincubation Center, Mahatma Gandhi University, was also present in the occasion. Sustainability and conservation are the two slogans of ABTEC. Our integrated biochemical lab is the face of sustainability and green chemistry. Respected Minister visited our students' library. Dr. Hemant Aravind described the lab functions and familiarized the products to Minister. Chemistry ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട് നമ്മളിപ്പം അത്തരത്തിലൊരു ഇതെല്ലാം ജൈവ പ്രോഡക്റ്റുകളായിരുന്നെങ്കിൽ ഇപ്പം അതുകൊണ്ട് സസ്റ്റൈനബിലിറ്റി കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് ഗ്രീൻ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ പ്രോഡക്റ്റുകളിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബയോ റിപ്പലൻസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ ഡിഷ് വാഷ് ഫ്ലോർ ക്ലീനേഴ്സ് അല്ലെങ്കിൽ ഒക്കെ തന്നെ 100% നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ചെയ്ത് അതിൻ്റെ ലാഭം. We are developing biorepellents and biodegradable home care products from IBCL. Our another emerging wing is animal probiotics. Moreover, ABTEC offers various training programs and internships for students and faculties. ABTEC is the very first microbial-based fertilizer company in Kerala, and recently Mahatma Gandhi University selected ABTEC as their approved research center for conducting industry-academia interaction. Our Honorable Minister inaugurated the certification ceremony, and he also issued the certificates to students. ആദ്യമായി ഒരു വ്യവസായ കേന്ദ്രത്തിന് തങ്ങളുടെ ഗവേഷണ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കണമെന്ന് തോന്നിയപ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല, അത് ആപ്ടെക് തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 30-ൽ പരം വർഷങ്ങളായി വ്യാവസായിക മേഖലയ്ക്കും പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ വളരെ നൂതനമായ ഒരു ആശയത്തെ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ജൈവ സമ്പുഷ്ടിയെ തിരിച്ചു പിടിക്കുവാനുള്ള മഹത്തായ പരിശ്രമമാണ് ആപ്ടെക് നടത്തിയത്. അതിന്റെ അംഗീകാരമായിട്ട് തന്നെയാണ് സർവകലാശാല വെറും വ്യവസായ കേന്ദ്രം എന്നതിലുപരി ഗവേഷണങ്ങൾക്ക് കൂടി പ്രാമുഖ്യം നൽകുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് തങ്ങളുടെ ഗവേഷണ കേന്ദ്രമായിട്ട് അംഗീകരിച്ചത്. അപ്പൊ ഈ അംഗീകാരം ലഭിച്ചതിനു ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്നിട്ട് വ്യവസായ ഇപ്പൊ നമുക്ക് എല്ലാവരും മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്, വിദ്യാർത്ഥികളും അതായത് അക്കാഡമിക്സ് പ്ലസ് ഇൻഡസ്ട്രി ഈ രണ്ടിന്റെയും കൂടെ പരസ്പരം ഒരു ഗ്യാപ്പ് നിലവിലുണ്ടാകും. കുട്ടികളുടെ നൈപുണ വികസനത്തിന് എപ്രകാരമായിരിക്കണം വ്യവസായങ്ങൾ സഹകരിക്കേണ്ടതും വ്യവസായവും, കാരണം അറിവ് സമ്പാദിക്കുക മാത്രമല്ല അതിന്റെ പ്രായോഗികമായിട്ടുള്ള ഉപയോഗം കൂടി മനസ്സിലാക്കാനുള്ള ഒരു ടൈപ്പുകൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ 4 വർഷത്തെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ അതിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ആപ്ടെക് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആദ്യമായി അംഗീകാരം ലഭിച്ചതിന് ശേഷമുള്ള നമ്മളുടെ ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഇവിടെ നിന്ന് ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തി, അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തി. അതുപോലെ നമ്മളുടേതായിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, ആ പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് സെറമണിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ എണ്ണം പറഞ്ഞ മന്ത്രിമാര്, വളരെ പ്രാമുഖ്യനായിട്ടുള്ള കേരളത്തിന്റെ കാർഷിക മന്ത്രി സർവാധർമ്മീയനായിട്ടുള്ള പി പ്രസാദ്,
അദ്ദേഹം വളരെയധികം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിന്റെ കാർഷിക മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി വളരെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള. അപ്പൊ ഇതിനെ കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കൃതി എന്ന് പറയുന്നത് കൃഷിയായി ഇതിപ്പം പിന്നോട്ട് പോകുന്ന എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ തിരിച്ചു പിടിക്കാനായിട്ട് അദ്ദേഹം വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എടുത്തു പറയാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. എന്നാലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് അദ്ദേഹം ഒരു ഓണാട്ടുകരക്കാരനാണ്, ഞാനും ഒരു ഓണാട്ടുകരക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓണാട്ടുകരയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ അടുത്ത സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നടത്തുകയുണ്ടായി. നിങ്ങൾ എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. ഓണാട്ടുകരയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് എള്ള് കൃഷി. ഈ ഓണാട്ടുകരയുടെ എള്ളിന് ജിയോ ടാഗി ഭൗമസൂചിക പദവി നേടിക്കൊടുക്കുന്നതിന് പിന്നിൽ ബഹുമാനായിട്ടുള്ള മന്ത്രി വളരെയധികം പരിശ്രമിച്ചു. അദ്ദേഹം അത് നേടിക്കൊടുക്കുകയും ഉണ്ടായി. അപ്പം അങ്ങനെയുള്ള നമ്മുടെ തനതായ കാർഷിക മേഖലയ്ക്കും കാർഷിക വിളകൾക്കും ഏതെല്ലാം തരത്തിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സദാ ശ്രദ്ധാലുവാണ്. അതിനുവേണ്ടി അദ്ദേഹം സദാ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ബഹുമാന വ്യക്തിത്വത്തിന് ആപ്റ്റർ കുടുംബത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സഹർഷം സ്വാഗതം ചെയ്യും. കേരളത്തിൽ വ്യവസായം തുടങ്ങുക എന്നുള്ളത് പലപ്പോഴും ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറാറുണ്ട്. പക്ഷേ തന്റെ 40 വർഷത്തെ അല്ലെങ്കിൽ അതിലുപരി വ്യവസായ മേഖലയിലെ പ്രവർത്തന പരിചയം കൊണ്ട് കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് തെളിയിച്ച വ്യക്തിത്വമാണ് ആപ്ടെക്കിന്റെ സർവാധരണീയനായിട്ടുള്ള ചെയർമാൻ ശ്രീ രാജു കൊച്ചാടി. അദ്ദേഹം നിരവധിയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ആപ്ടെക് തുടങ്ങുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള ഒരു ധൈര്യമുണ്ട്. കേരളത്തിൽ അതുവരെ കേട്ട് പരിചയമില്ലാതിരുന്ന ജൈവാണു വളങ്ങളെ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ആദ്യമായി കൊണ്ടുവന്നത് ശ്രീ രാജു സാറാണ്. അദ്ദേഹം അതിനൊരു സ്ഥാപനം തുടങ്ങി 1993. ഏകദേശം 31 വർഷത്തോളം ആയി, 31 years. ഇന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ആപ്ടെക്കിനെ ഈ നിലയിൽ എത്തിച്ചതിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി സർവകലാശാല അദ്ദേഹത്തിന് ഓണററി പ്രൊഫസർഷിപ്പും നൽകുകയാണ്. ഇപ്രകാരം ഒരു നല്ല മാർഗദർശിയും ഒരു നല്ല വ്യവസായിയുമായി സമൂഹത്തിന് മുമ്പിൽ ഒരു അടയാളമായി നിൽക്കുന്ന ശ്രീ സർവാധരണീയനായിട്ടുള്ള രാജു സാറിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജനങ്ങളെ സേവിക്കുക എന്നുള്ള അമഹത്തരമായ കർത്തവ്യം വളരെ കാലം കൊണ്ട് തന്നെ ചെയ്ത് സമൂഹത്തിൽ പേരെടുത്തിട്ടുള്ള അഡ്വക്കേറ്റ് ബിബി ബിനു സാർ. അദ്ദേഹം CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം. മുൻപ് സൂചിപ്പിച്ചു, മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ഏറ്റവും ഔന്നത്യമുള്ള NAAC A++ നേടുവാനുള്ള സാഹചര്യമുണ്ടായി. ഇത് പെട്ടെന്ന് കിട്ടിയതല്ല. പല മേഖലയിലുള്ള അക്കാഡമിക് തലത്തിലുള്ള അതിലുപരി വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ഇത്തരത്തിൽ പ്രയോജനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നൊക്കെയുള്ള നിരവധി ക്രൈറ്റീരിയകളുടെ അല്ലെങ്കിൽ പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. അതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ബയോ ഇൻക്യുബേഷൻ ഇന്നോവേഷൻ സെന്റർ. അതിന്റെ ഡയറക്ടറായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി അഹോരാത്രം പ്രയത്നിച്ച് നിരവധി സ്റ്റാർട്ടപ്പുകൾക്ക് വെളിച്ചമയിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഇൻഡസ്ട്രി അക്കാഡമിക് റിലേഷൻഷിപ്പ് വളരെയധികം സൃഷ്ടിച്ചെടുത്ത ഒരു മഹത് വ്യക്തിത്വമുണ്ട്. അതാണ് എനിക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ E.K. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കൂടി ബിക്കിന്റെ കൂടി
പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും അതിന്റെയും കൂടി ഒരു അംഗീകാരമാണ് NAAC++ കിട്ടിയത്. അദ്ദേഹം വളരെ നാളായി അപ്ടെക്കുമായി സഹകരിച്ചു വരുന്നു. വിദ്യാർത്ഥികളെ അപ്ടെക്കുമായിട്ട് അടുപ്പിച്ച് വിദ്യാർത്ഥികളുടെ ആശയങ്ങളെ അപ്ടെക് സ്വീകരിച്ച് അവർക്ക് പ്രൊഡക്റ്റുകളായിട്ട് പുറത്തേക്കൂടെ എത്തിക്കുന്നു. ഈ പ്രവർത്തനം നടത്തുവാൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഏറ്റവും സർവാധീനനായിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണനെ കൂടി ഞാൻ സ്വാഗതം ആശംസിച്ചു. തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിന്റെ ഇടയ്ക്കും ഇവിടെ വന്ന് കുട്ടികളെ ആശംസകൾ അറിയിക്കുവാനായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനായിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി ഷെർലി സക്കറിയ, ശ്രീമതി സുസമ PV, രണ്ടുപേരെയും അപ്ടെക്കിന്റെ പേരിലും എന്റെ പേഴ്സണലായിട്ടും ഞാൻ സ്വാഗതം ആശംസിച്ചു. കഴിഞ്ഞ ദിവസം കൂടി വന്ന് കാര്യങ്ങളെല്ലാം വിലയിരുത്തി ഇന്നും യഥാസമയം ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കൃഷി ഓഫീസറായിട്ടുള്ള ശില്പ ബാലചന്ദ്രൻ മാഡത്തിന് ഞാൻ അപ്ടെക്കിന്റെ പേരിലും എന്റെ പേരിലും സ്വാഗതം ആശംസിച്ചു. അപ്ടെക്കിന്റെ പടിപടിയായിട്ടുള്ള വളർച്ചയിൽ എക്കാലവും കൂടെ നിൽക്കുകയും നിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അപ്ടെക്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സദാ ശ്രദ്ധാലുവായിട്ടുള്ള ശ്രീ ഷിബു ആന്റണി, അദ്ദേഹം അപ്ടെക്കിന്റെ ജനറൽ മാനേജറാണ്. അദ്ദേഹത്തെ അപ്ടെക്കിന്റെ പേരിലും അദ്ദേഹത്തിന്റെ കുടുംബാംഗമാണ്, എന്നാലും ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെയും എന്റെ പേരിലും അപ്ടെക്കിന്റെ പേരിലും ഇത്തരം സ്വാഗതം. ഇനി സദസ്സിലില്ല. അപ്ടെക്കിന് പുതിയ ദിശാബോധം നൽകി അപ്ടെക്കിനെ മുന്നോട്ട് നയിക്കുകയായി വളരെ ശ്രദ്ധാലുവായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയുണ്ട്, ശ്രീ ബിബിൻ ജേക്കബ് കൊച്ചൻ. അദ്ദേഹം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ അപ്ടെക്കിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഇന്നത്തെ ഏറ്റവും വിശിഷ്ട അതിഥികൾ എന്ന് പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളായാണ്. നാളെയുടെ പ്രത്യാശകൾ. ഈ സമൂഹം നിങ്ങളെയാണ് ഉറ്റുനോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പൊളിച്ചെഴുത്തുകൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഒഴുകുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ കൂടി മികച്ച വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇൻഡസ്ട്രി അക്കാഡമിക് റിലേഷൻഷിപ്പിൽ പുതിയ അധ്യായം രചിക്കുവാൻ വേണ്ടിയിട്ട് പുതിയ കോഴ്സ് സിസ്റ്റം കൊണ്ടുവരുന്നു. അപ്പൊ ഇതിന്റെ പ്രഥമ ഭാഗമായിട്ട് സത്യത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ക്ലാസ്സുകൾ ആരംഭിച്ചെങ്കിൽ കൂടി അതിന് മുന്നേ തന്നെ ഇതിന്റെ ഒരു ഭാഗമാകാനായിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. അവര് അപ്ടെക്കിൽ എത്തുകയും എന്താണ് വെറുതെ ഒരു പ്രോജക്റ്റ് ചെയ്തു പോകുകയല്ല, മറിച്ച് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള, കാരണം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒരു തൊഴിൽ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. കാരണം ഇൻഡസ്ട്രി എന്താണെന്നും ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്നും അവർ നേരിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നും തന്നെ മനസ്സിലാക്കി മികച്ച ഗൈഡുകളുടെ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന മികച്ച ടെക്നീഷ്യൻസിന്റെ സഹായത്തോടുകൂടി ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങളെ പറ്റി ബോധ്യപ്പെട്ട് ഇൻഡസ്ട്രിക്ക് വേണ്ടി എപ്രകാരം പരിശ്രമിക്കണം അല്ലെങ്കിൽ എങ്ങനെ തങ്ങളെ വാർത്തെടുക്കണമെന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെ ഏവരെയും ഞാൻ എന്റെ പേരിലും അപ്ടെക്കിന്റെ പേരിലും സഹർഷം സ്വാഗതം ചെയ്യും. അപ്ടെക്കിന്റെ എല്ലാ കാലവും നെടുന്തൂണായിട്ടുള്ളത് അപ്ടെക്കിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ തന്നെയാണ്. ആരെയും പ്രത്യേകം പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്ടെക്കിന്റെ വിജയത്തിന് വേണ്ടി എല്ലാ കാലവും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആദ്യമായിട്ട് ഒരു സംഭാവനയാണ്. എന്റെ ശബ്ദം അത്ര ക്ലിയർ അല്ല. ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി പ്രസാദ് സാർ, ബഹുമാനായ VP സാർ, ഡോക്ടർ രാധാകൃഷ്ണൻ, മറ്റ് വേദി സദസ്സിലുള്ള ബഹുമാന്യർ, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒത്തിരി തിരക്കുണ്ട്, പക്ഷേ നമ്മളോടുള്ള സ്നേഹം പ്രമാണിച്ചാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാനിവിടെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുറച്ച് 2 മാസം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ പറ്റിയും വിദ്യുത് സാറിനെ പറ്റിയും എനിക്ക് വേറൊരു VVIP ആയിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടി. അത്
കർഷകശ്രീ അവാർഡ് ഈ പ്രാവശ്യം നൽകിയത് ബഹുമാന്യനായ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസാണ്. അദ്ദേഹമായിട്ട് എനിക്ക് വളരെ സ്നേഹബന്ധമുണ്ട്. അദ്ദേഹം കാലിക്കറ്റ് വരുന്നു, അവിടെ താമസിക്കുന്നു. അവിടുന്ന് മലപ്പുറം പോയി കൊടുക്കാമെന്ന് എനിക്ക് അറിയിപ്പ് കിട്ടി. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ കാലിക്കറ്റ് ഇരുന്നു. അദ്ദേഹം വളരെ തിരക്കായിരുന്നു രാവിലെ. അപ്പോൾ അദ്ദേഹത്തിന് എഡീസി വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറിനെ ജേക്കബ് സാർ അദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ ട്രാവൽ ചെയ്യാം, അത് സംസാരിക്കാം. കാരണം ഇപ്പോൾ 2 ഇന്റർവ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കണം പത്രക്കാരൻ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. അദ്ദേഹം ഇറങ്ങി വന്നു. അദ്ദേഹത്തിലൂടെ കാറെ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നിപ്പോൾ എന്നോട് വേദി പങ്കിടുന്നത് ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. പുള്ളി എനിക്ക് നല്ല വലിയ പരിപാടിയാണ്. ഷെയ്ജി പ്രസാദ് അദ്ദേഹത്തിന് വലിയ എങ്ങനെയുണ്ട് അദ്ദേഹം? ഞാൻ പറഞ്ഞത് സാറേ, കേരളത്തിൽ ഇത്രയും ഹമ്പിൾ സിമ്പിൾ ജെന്റിൽമാനായിട്ടുള്ള വേറൊരു മന്ത്രിയില്ല. രാപകലധ്വാനിക്കുന്ന മന്ത്രിയാണ് ഞങ്ങൾ മന്ത്രി. ഞാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് CPIയുടെ ഒരു ഗുണമാണ്. ഇങ്ങനെ അദ്ദേഹം അച്യുതമേനോൻ മുതൽ PKV, PS ശ്രീനിവാസൻ, ആ ശ്രേണിയിലുള്ള ആൾക്കാരാണ് ഇപ്പോഴും CPI നയിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു സംഗതിയാണ്. വളരെ തന്നെ എനിക്കറിയാം ബിനു സാറിനോട് അദ്ദേഹത്തിന് വലിയ അടുപ്പമാണ്. അദ്ദേഹത്തിനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സാറേ ബിനു സാറിന് അറിയാമല്ലോ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ജെന്റിൽമാൻ പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പറ്റി വേറെ വലിയ ആൾക്കാർ നല്ലത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സുഖമാണ്. അതിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞാനങ്ങനെ നീട്ടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാം നന്മയുണ്ടാകട്ടെ. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ കൂടുതൽ നല്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് പുറകിലിരിക്കുന്ന 3 മാന്യ കുട്ടികളുണ്ട്. ഒന്ന് ആന്റണി സാറ് ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ ബാങ്ക് മാനേജർ. സാറിന് എഴുതിക്കോ, ഞാനൊരു ഇൻവിറ്റേഷൻ പോലെ അയച്ചു കൊടുത്തോളൂ. പക്ഷേ അദ്ദേഹം 90 വയസ്സുണ്ട്. ദൈവകൃപയാൽ മെക്കിനാണെങ്കിൽ ഓടി നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മുരളി സാറ്, ജോർജ് സാർ, എല്ലാവരും സിദ്ധിക്കുന്ന ബാങ്കിൻ്റെ മാനേജർ. അവരുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രഥമ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഏറ്റവും ആദരണീയനായ കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട P. പ്രസാദ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ആപ്ടെക്കിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ KJ ജേക്കബ്, ഞങ്ങളുടെ എല്ലാം നേതാവ് ആദരണീയനായ അഡ്വക്കേറ്റ് VB ബിനു, ശ്രീ ഡോക്ടർ E.K. രാധാകൃഷ്ണൻ, ഡോക്ടർ ഹേമന്ത് അരവിന്ദ്, ശ്രീമതി ഷർലി സഖറിയാസ്, ശ്രീ സുസമ്മ PV, ശ്രീ ഷിബു ആന്റണി, ശ്രീ ശില്പ, വേദിയിലും സദസ്സുകളിലുമുള്ള ബഹുമാനിയുടെ നിറഞ്ഞ സന്തോഷമുണ്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ. ആ സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. എങ്കിലും ഒരുപാട് പരിപാടികൾ അങ്ങോട്ടും മാറ്റി വെക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ആപ്ടെക്കിൻ്റെ പരിപാടി മാറ്റിവെക്കാൻ മനസ്സ് പറയുന്നില്ല. കാരണം അത് വേറൊന്നുമല്ല, ബിൽചേട്ടനെല്ലാം ഏറെ സ്നേഹത്തോടെ രാജു എന്ന് വിളിക്കുന്ന, രാജേട്ടനോട് രായിച്ച എന്ന് വിളിക്കുന്ന ശ്രീ KJ ജേക്കബിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മുഖം മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ നിന്ന് മാറാൻ വിത്തൗട്ട് അദ്ദേഹം ഒരിക്കലും വിത്തൗട്ട് ദിസ് പ്രസന്റ് ഫേസ് കണ്ടിട്ടേ ഇല്ല. ഈ ഒരു ആ മുഖമാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇന്നത്തെ പരിപാടിക്കകത്ത് നിന്ന് മാറണം എന്ന് പറയാൻ പറ്റുക എന്ന് ഞാൻ പിടിയില്ലായിരുന്നു. നല്ല സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയ്ക്ക് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ വരും കാർഷിക ഇതിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആ ഭാഗത്തിൻ്റെ വന്നിട്ടാണ് ഇതിൻ്റെ ഇവിടെ പരിശീലനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇതിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായൊക്കെ
നിങ്ങളുടെ ചിന്തിക്കുന്നത്. വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. ആ വലിയ പ്രതിസന്ധി ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളൊരു ടെർമിനോളജി തന്നെ പോയിരിക്കുന്നു. ഈ തന്നെ പറയുന്നത് the area of global warming has ended. The area of global boiling has arrived. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ബോയിലിംഗ് കൊണ്ടത് മാറ്റിയിരുന്നു. എന്താണ് അതിൻ്റെ ഒരു ആപ്റ്റായ മലയാള വാക്കെന്ന് തിളക്കലെന്നായിരിക്കാം ഇത് വരാൻ പോകുന്നത്. ആഗോള താപനം എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു. ഈ ആഗോള തിളക്കൽ എന്നാണോ നിങ്ങൾക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഞാനെന്ന് ആണെന്ന് അത്രയും ഒരു ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നിൽക്കുന്നു. അത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാണ്. കാലാവസ്ഥയിലുള്ള മാറ്റം ഉണ്ടാകുമ്പോൾ ഇവിടെ ഇതിനകത്തിരിക്കുന്നത് കുറേ പേരെങ്കിലും ഈ നിങ്ങൾ ബിസിനസ് പഠിച്ചു വരുന്നവർ, നിങ്ങൾ ഇതിൻ്റെ സയൻസ് പഠിച്ചു നിൽക്കുന്നവരും വെള്ളം കിട്ടുന്നില്ല എങ്കിൽ ഒരു ചെടിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. വെള്ളം കിട്ടുന്നെങ്കിൽ മാത്രമേ ചെടിക്ക് അതിൻ്റെ ഈ മൂലകങ്ങൾ മൊത്തം താഴേക്ക് വലിച്ചെടുക്കാൻ. ശരിയല്ലേ പറഞ്ഞു? ഞാനത് പഠിച്ച എൻ്റെ സബ്ജക്റ്റ് കണക്കായിരുന്നു. പഠിക്കാൻ പോയത് പഠിച്ചു നമ്മൾ അപ്പോൾ അതുകൊണ്ട് ചെടിക്ക് കരുത്ത് കിട്ടണമെങ്കിൽ അതിന് ഭക്ഷണം കിട്ടണമല്ലോ, ഊർജ്ജം ഉണ്ടാവണം. പിന്നെ അത് കിട്ടണമെങ്കിൽ അത് കിട്ടുന്നത് അത് മണ്ണിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. മൂലകങ്ങളെ മണ്ണിൽ നിന്ന് എടുക്കുകയാണ്. മണ്ണിൽ നിന്ന് എടുക്കണമെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല. അതിന് വെള്ളം കൂടി ചേർന്നെങ്കിൽ മാത്രമേ വെള്ളം ചെന്ന് വരാൻ കൂടുള്ളൂ. ഇപ്പോൾ വെള്ളമില്ലാതെ വന്നാൽ, വരൾച്ച വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ വലിയ പ്രശ്നം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് താഴെ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമയത്ത് രോഗങ്ങളും വന്നു കയറും. നമുക്കൊരു ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസരത്തിലാണ് നമുക്ക് തന്നെ രോഗങ്ങളല്ലാതെ ശരീരം ക്ഷീണിച്ചിരിക്കുമ്പോൾ മറ്റു പലതും വന്ന് കയറുമെന്ന് പറഞ്ഞതുപോലെയാണ്. ശരീരത്തിൻ്റെ ഒരു ക്ഷീണമാണ് നമ്മുടെ പല രോഗങ്ങൾ വന്ന് കയറുന്നത് ഒരു വരുന്നത്. നല്ല എനർജറ്റിക്കാണ് നമ്മൾ നിൽക്കുന്നത്. ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. രോഗങ്ങൾ വന്നാൽ ആ രോഗങ്ങളൊക്കെ പറഞ്ഞുവിടാനുള്ള ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ. ചെടികൾക്ക് ഇത് പ്രശ്നമാണ്. ചെടികൾക്ക് ഒരു ആരോഗ്യം കുറയുമ്പോഴേക്കും കീടങ്ങളൊന്ന് ആക്രമിക്കാറുണ്ട്. ഇത് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെയും ക്ലൈമറ്റ് ചേഞ്ചിന്റെയും ഗ്ലോബൽ ബോയിലിംഗിന്റെയും ക്ലൈമറ്റ് ചേഞ്ചിന്റെയും ഈ കാലഘട്ടത്തിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായതൊന്നും കിട്ടാതെ കീടങ്ങൾ അതിനെ ആക്രമിക്കുന്നത്, രോഗങ്ങൾ കൂടുന്നത്. അപ്പോൾ നമുക്ക് അതിനെല്ലാം ഓടിക്കാനുള്ള അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതിനുള്ള ആവശ്യമായ സംവിധാനങ്ങളുണ്ടാകും. അതുകൊണ്ട് അതിന് വേണ്ടി വരുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ കീടനാശിനികൾ എല്ലാം വേണ്ടി വരും. ഇത് മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രശ്നമാവാൻ പാടില്ലാത്തതാണ്. ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഞാൻ ഇന്നലെ എനിക്ക് ഒരു കുറച്ച് നേരത്തെ ഞാൻ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയിലേക്ക് അതിന്റെ ഉത്തരം നിയമസഭയിൽ പറയേണ്ടത്. ആ മന്ത്രി പരിഗണിച്ച് ആശുപത്രിയിലായതിന്റെ പേരിൽ ഞാനാണത് പറയേണ്ടത്. ഞാനത് നോക്കി. നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ എഴുതി തരും ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളുടെ ഉത്തരമല്ല മാത്രമല്ല പറയേണ്ടത്. അവിടെ അന്നേരം ചോദിക്കും. ആ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറഞ്ഞു. രസകരമായ പണിയൊന്നും വിചാരിക്കുന്നില്ല. മന്ത്രി ചോദിക്കുന്നത് സ്വീറ്റ്സ് പഠിക്കാണ്ട് പോയി ചോദിക്കുന്ന എല്ലാമാരുടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അറിയാൻ വേദിക്കുന്നത് അല്ലെങ്കിൽ എന്താ രാഷ്ട്രീയം എല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ എംഎൽഎമാരെല്ലാവരും ഏത് പക്ഷമായിക്കോട്ടെ എല്ലാവരും നല്ലവണ്ണം സ്റ്റഡി ചെയ്ത് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് മനസ്സിലാക്കി കേവലമായ വാർത്തകൾ മാത്രമല്ല അവർ നല്ലവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞില്ല. അപ്പം ഞങ്ങളും അതിനനുസരിച്ച് പോകണം. അപ്പോൾ എൻ്റെ ഒരു ചോദ്യത്തിന് ഞാൻ കൃഷി വകുപ്പിൽ അപ്പുറത്തേക്ക് മാറി നോക്കുമ്പോൾ എനിക്ക് ഈ പക്ഷിപ്പണി പോകുന്നില്ലല്ലോ. ഞങ്ങൾ ആലപ്പുഴയിലാണെങ്കിൽ മൊത്തത്തിൽ അതൊന്ന് കയറി നിൽക്കുന്ന ഒരിതാണ്. അപ്പം ഞാനതും നോക്കിയിട്ടാണ് രാത്രി 12 വരെയും അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. എല്ലാത്തിനെയും കൊന്നെടുക്കുകയാണ്. അപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് ഇതിനെ ഈ പാവം ഇതിനെ എന്നോട് കൊന്നെടുക്കുന്നത് ഇതാണ്. ദിസ് ഓൺലി വൺ റെമഡി. എന്താണ് അതിൻ്റെ ഹോസ്റ്റിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഹോസ്റ്റ് നശിപ്പിക്കുന്നത്? ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പോൾട്രിയാണ്, അല്ലെങ്കിൽ ഡക്കാണ്, അല്ലെങ്കിൽ ഇതെല്ലാമാണ് ഈ ഇതിൻ്റെ ഹോസ്റ്റ് വൈറസിൻ്റെ വരുന്നത്. അപ്പോൾ അതിനെ അപ്പോഴത്തെ നശിപ്പിക്കല്ല മാറും. എന്താ നശിപ്പിക്കുന്നത്? മനുഷ്യരിലേക്ക് പടരാൻ. അല്ലാതെ ഇതിന് ഈ മറ്റു കോഴികൾക്ക് ഇതുണ്ടാവുക എന്നുള്ളത് മാത്രമല്ല ഇത് മനുഷ്യരിലേക്ക് പടരാൻ. ഏവിയൻ ഫ്ലൂ നിങ്ങൾ നോക്കൂ. അതുപോലെ നമ്മളെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏവിയൻ ഫ്ലൂ, H5N1 ഇതെല്ലാം പലയിടങ്ങളിലും യൂറോപ്പിലെല്ലാം പലയിടങ്ങളിലും ഇവരെന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഈ എപ്പി സെന്റർ എന്ന് പറയുന്നത് ഈ പ്രഭവ കേന്ദ്രങ്ങൾ. അപ്പോൾ ഓരോ ഇതെല്ലാം ഏറ്റവും വർഷം മനുഷ്യരിലേക്ക് വരുന്നതാണ് കൂട്ടുന്നത്. എന്തുകൊണ്ടാണ് ഈ അപ്ടാക്ക് പുതിയ സംവിധാനത്തെ കാര്യങ്ങളെല്ലാം മറ്റൊരു മനുഷ്യന് ആരോഗ്യത്തിന് ഹാനികരമാവും. മനുഷ്യരിലേക്ക് അങ്ങനെ അത് ചെല്ലരുത്.
കാർഷിക സർവകലാശാലയുടെ വെള്ളാണിയിലുള്ള ലാബിൽ ഇടയ്ക്കെല്ലാം ഒരു സമയത്ത് ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്, പച്ചക്കറികളെല്ലാം പരിശോധിക്കുന്നത്. റിസൾട്ടെല്ലാം വരും, എൻ്റെ മുമ്പിൽ വരും. അതിൽ ചാൻസലർ എന്നുള്ള കാര്യത്തിൽ മന്ത്രിയുടെ മുമ്പിൽ എൻ്റെ റിസൾട്ടെല്ലാം വരും. അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ഈ വിഷാംശങ്ങൾ കണ്ടെത്തുന്നു പറയും. അനുവദനീയമായ അളവുണ്ട്, അതിനേക്കാൾ കൂടുതൽ കണ്ടെത്തുന്ന നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല. ഇതൊക്കെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വല്ലാത്ത പ്രശ്നമാണ്. ഇത് ഗൗരവതരമായി കണ്ടുകൊണ്ടാണ് 31 വർഷങ്ങൾക്ക് മുമ്പ് ഈ രംഗത്തേക്ക് ശ്രീ KJ ജേക്കബ് ഇറങ്ങിത്തിരിച്ചത്. അതിന് അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ആരോഗ്യത്തിന് ഹാനികരമാവുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു കയറുന്നു. പക്ഷെ മലയാളി ഇതൊന്നും എത്ര നമ്മൾ പ്രസംഗിക്കുന്നു പറഞ്ഞാലും ചിന്തിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എനിക്ക് തന്നെ നമ്മൾ തോന്നാറുണ്ട്, നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കുന്ന പ്രാധാന്യം, അതിൻ്റെ ഒരു പകുതിയെങ്കിലും പ്രാധാന്യം ഇത് നമുക്ക് കൊടുക്കുന്നില്ല എന്ന്. പക്ഷെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കാണെങ്കിൽ ഈ ബാഹ്യ സൗന്ദര്യത്തിന് വലിയ താല്പര്യമുള്ളവരാണ് നമ്മളെല്ലാവരും. ഞാൻ നമ്മൾ എന്നാണ്, നിങ്ങൾ എന്നല്ല. എത്ര പ്രാവശ്യം നമ്മൾ കണ്ണാടത്തിൽ നോക്കും, ഒരു പരിപാടിക്ക് പോകാൻ രാവിലെ ഇറങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ടെല്ലാം റെഡിയായിട്ട് ഇറങ്ങുന്നത്. അത് നമുക്ക് അങ്ങനെ നോക്കുന്നത് ആരോഗ്യത്തിൻ്റെ അനുസരിച്ചാണ്. അല്ല, മറ്റുള്ളവർ കണ്ടാൽ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനാണ്. അതൊന്നും ഒരു തത്വമുണ്ട്. മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഭാഗമായിട്ട്. എന്നാൽ ഏറ്റവും അതിനേക്കാൾ പരമപ്രധാനമൊന്നല്ലേ ഈ ആന്തരിക സൗന്ദര്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആരോഗ്യം. അതിനെ ആ ഗൗരവം നമ്മൾ കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും വിഷം ഉള്ളിൽ ചെല്ലുന്ന തരത്തിലേക്ക് എത്തുമായിട്ടില്ല. ആ ഗൗരവം കാണിക്കാതെ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ ആ ഗൗരവം കാണിക്കാത്തതുകൊണ്ട്. വിഷരഹിതമായ ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് മുമ്പിൽ കണക്കുകൾ പറയുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, എല്ലാം ഞാൻ പറയുന്നില്ല, കാരണങ്ങളിൽ ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ജീവിതശൈലിയും മലയാളിയെ കൂടുതൽ രോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നിങ്ങൾ പഠിച്ചതുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് if you are ready to attach with the agriculture sector, ഞാൻ പറയും you have a divine responsibility. അതൊരു ദൈവിക ഉത്തരവാദിത്വം. ഞാൻ ഇതിനെ പറ്റി ആത്മീയ ഇതിന്റെ വരെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് ആത്മീയത അത് ആ ദൈവത്തിന്റെ അങ്ങനെയാണ്. You have a divine responsibility. If you are ready to attach with the agriculture sector, you have a divine responsibility. ആ ഡിവൈൻ റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവരുടെ ജീവിതത്തെ നമ്മൾ കണക്ക് കൂട്ടുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ ബിസിനസ്, ഒരുപാട് സാധ്യതകൾ. അത് എല്ലാം കൂടി ഞാൻ പറഞ്ഞു പോകും. എങ്കിലും ഞാൻ പത്രങ്ങളൊക്കെ പറയും കൃഷി നഷ്ടമാണ്, എല്ലാം പോയിരിക്കുന്നു, തകർന്നിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ്, എന്തിനാണ് ഇത്രയും ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള ലിസ്റ്റൊക്കെ ഇട്ടിട്ട് എന്തിനാണ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ്, നാട്ടിൽ മൊത്തം വിലക്കയറ്റം കണ്ടില്ലേ, എന്തിനാണ് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വിലക്കയറ്റത്തിന്റെ ശാശ്വതമായ പരിഹാര മാർഗം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരികയാണെന്നല്ല. അപ്പൊ അടിയന്തര വാക്കുപോലെ റൂൾ 50 അനുസരിച്ചിട്ടുള്ള സഭാ നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം, അതുകൊണ്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളത് മാത്രം അത് നോക്കിയതല്ലോ. വേണ്ടതൊരു അടിയന്തര പ്രമേയമല്ല, വേണ്ടത് അടിയന്തര തീരുമാനം. അടിയന്തര തീരുമാനം സാധ്യമാവുന്ന സ്ഥലം കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം വാങ്ങിക്കാം എന്ന് വേണ്ടിയിരുന്നാൽ ഇതിന് കാലാവസ്ഥ പ്രശ്നം കൊണ്ട് സാധനം കിട്ടാതെ ഒരു കൂടുതൽ എത്തുകയാണ്. കർഷകന് വില കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ വർഷത്താണ് ഞാൻ നിൽക്കുന്നത്. കർഷകന് വില കിട്ടണം. കർഷകൻ അധ്വാനിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് സൗജന്യം കൊടുക്കാനും കർഷകനെ കൊണ്ട് കർഷകർ നമ്മൾ ചെയ്യേണ്ടത് അവിടെ അപ്പോൾ നമുക്ക് ആവശ്യമായി ഉത്പാദിപ്പിക്കുക എന്നതാണ്. ഇവിടെ എന്താണ് ഒരു ബിസിനസ് താല്പര്യം? അഗ്രി കൾച്ചർ എന്നുള്ളത് അഗ്രി ബിസിനസ് എന്നതിലേക്ക് മാറുമ്പോൾ കേവലമായ കച്ചവടത്തിന്റെ രൂപത്തിലേക്ക് മാറുകയും അതിനകത്തുള്ള ഡിവൈൻ റെസ്പോൺസിബിലിറ്റി ഞാൻ ആദ്യം പറഞ്ഞു പോവുകയും ചെയ്യുന്നിടത്തല്ല ഞാൻ അഗ്രി ബിസിനസിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിന് ഒരുപാട് രീതികളെല്ലാം ഉണ്ട്. നമ്മുടെ ബിസിനസ് എപ്പോഴും അവിടെ ഒരു പ്രോഫിറ്റിൽ മാത്രം പ്രോഫിറ്റ് സെന്റേഡ് ഒരു പ്രോഗ്രാം എന്നുള്ള നിങ്ങൾ പറയുകയായിരിക്കും. പക്ഷെ അവിടെയും ഞാൻ പറയും ഇഫ് യു റെഡി ടു ലിവ് വിത്ത് ദി അഗ്രികൾച്ചർ സെക്ടർ, നിങ്ങൾക്ക് ഡിവൈൻ റെസ്പോൺസിബിലിറ്റി. ആ ഡിവൈൻ റെസ്പോൺസിബിലിറ്റിയിൽ പ്രോഫിറ്റിന്റെ കാര്യം കുഴപ്പമില്ല, പക്ഷെ അവിടെ നിങ്ങൾക്ക് മറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നമ്മൾ തയ്യാറാകാൻ പാടില്ല. കാരണം ഇത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ആരോഗ്യത്തിന്റെ കാര്യമാണ് എന്നുള്ളത്.
ഒരു അനന്തമായ സാധ്യതകൾ. ഞാൻ കഴിഞ്ഞ ഈ പറയുകയാണ്, എല്ലാവരും പറയും ഭയങ്കര നഷ്ടമാണ്, ഇല്ല എന്നൊക്കെ പറയും. നെൽകൃഷി പോലും നഷ്ടമാണ്. സമയത്തിൽ പൈസ കൊടുക്കാത്ത വലിയ ബുദ്ധിമുട്ടുള്ള കൃഷിക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് യാഥാർത്ഥ്യം ഇപ്പം കഴിഞ്ഞ ദിവസവും 360 കോടി രൂപയോളം നമുക്ക് ലഭ്യമായി. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു അതിപ്പം വിതരണം ചെയ്ത് തുടങ്ങുന്നുണ്ട്. ആ ഭാഗം പരിഹരിക്കപ്പെടുന്നു. നമുക്ക് നല്ല ലാഭകരമായിട്ടാണ് ഇപ്പം കൃഷി പോകുന്നത്. ചർച്ചകൾക്കകത്തോ അല്ലെങ്കിൽ വാർത്തക്കകത്തോ മൊത്തം തരുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നിങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് കേൾക്കാറുണ്ട്. ഇപ്പോൾ മലയാള മനോരമയുടെ ഒരു അവാർഡിന് അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന അവസരത്തിൽ അതുകൊണ്ടാണ് പറയാൻ നിശ്ചയിച്ചില്ലെങ്കിൽ ഞാൻ രാജ്യത്ത് അത് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. കണ്ണൂരുള്ള ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് കർഷകശ്രീയുടെ അവാർഡ് കിട്ടിയത്. എനിക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ഇത് കൃഷി ലാഭകരമാണെന്നുള്ളത് എനിക്കറിയാം, ഞാൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കാണുന്നത് എൻ്റെ അനുഭവം തന്നെയാണോ എല്ലാവർക്കും. ഞാനിനി പറയുമ്പോൾ എല്ലാം മന്ത്രി ആയതുകൊണ്ട് പറയുന്നതാണ് ഇത് പ്രോഫിറ്റബിൾ ആണെന്ന്, ഇതൊന്നും യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ അന്വേഷണവും ചോദിച്ചു, എന്ത് ലാഭം കിട്ടും ഒരു മാസം എന്ന് ചോദിച്ചു. അനീഷ് എന്ന് പറഞ്ഞു 6 ലക്ഷം രൂപ. കോട്ടയത്തെ ഏറ്റവും പ്രമുഖനായ വക്കീൽ അന്തം വിട്ടിരിക്കുകയാണ്. കോട്ടയത്തെ ഏറ്റവും ടോപ്പ് ടണ്ണിൽ പെടുന്ന വക്കീലാണ് ഈ മുമ്പിലിരിക്കുന്നത്. ഒരു മാസത്തെ കണക്കാണ്. ഞാനെന്തായാലും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു, കേട്ടിരുന്നു ഞാൻ ഈ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കേട്ടിരുന്നു. വേറെ ആനന്ദ സാറിനോട് മനസ്സാണ് ഇതൊന്നും കേൾക്കുന്നു. അതെന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞു. എത്ര ആനന്ദവസാറാണ് ചോദിക്കുന്നത്. 6 ലക്ഷം രൂപ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ടാക്സും കൊടുക്കണ്ട, രാജ്യാണെങ്കിൽ പിന്നെ മാനേജൊക്കെ നോക്കിയിട്ട് റൈറ്റ് ഹാൻഡ് ആണോ കണക്കെല്ലാം റെഡിയാക്കി എല്ലാ മാസവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സ് കൊടുക്കണ്ട. നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത്രയും? പിന്നെ ഇതിനകത്തൊരു നമ്മളെല്ലാം ഈ സക്സസ് സ്റ്റോറീസ് കാണുമ്പോൾ ഈ ലാസ്റ്റ് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിരിക്കും. ഞാനിത് പഠിച്ചിട്ടുള്ളതല്ല, ഞാനൊരു സാധാരണ ഉള്ളത്. നിങ്ങൾക്ക് ഈ എൻഡിൽ ഈ ലാഭത്തിന്റെ കണക്കിൽ മാത്രമാവില്ലല്ലോ നിങ്ങൾ പഠനത്തിന്റെ ഭാഗത്തുണ്ടല്ലോ. ഒരുപാട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ബുദ്ധിമുട്ടുന്നു, കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. അങ്ങനൊരു ഭാഗമുണ്ട് എവിടെയും ഉണ്ടാവും. അല്ലാതെ എല്ലാ വിജയകഥകളുടെയും വിജയത്തിന്റെയും അവസാനം വരുന്ന പ്രോഫിറ്റിന്റെയും കണക്കിലല്ലോ. അവരുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗമുണ്ട്. കൃഷിക്കകത്ത് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നുണ്ട്. ഇൻപുട്ട് ഇവർ പറയുമ്പോൾ ഇൻപുട്ടിനകത്ത് വിത്തും വളവും വെള്ളവും മറ്റ് പിന്നെ കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ. ഈ അധ്വാനം എന്നുള്ള പലരും കാർഷിക മേഖലയിൽ ഇവർ കാണാൻ വിട്ടുപോകും കാണുന്നതല്ല. അത് അന്ന് ഒരുപാട് അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിജയത്തിന്റെ രംഗത്തേക്ക് എത്തുന്നത്. ആ വിജയത്തിന്റെ രംഗത്തേക്ക് എത്തുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ വെച്ച് പറഞ്ഞാണ്. ഞാൻ ഇന്നലെ 12:30 നിയമസഭാ സമ്മേളനം 12 വെള്ളിയാഴ്ച 12 നിന്നിരിക്കും. അങ്ങനെയാണ് സ്വിച്ച് ഇട്ട് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിൽ വ്യക്തമാണ്. 12 കാലങ്ങളായിട്ടുള്ള രീതിയാണ്. അത് എനിക്ക് 1080 ഫയൽ എനിക്ക് അന്നേരം തന്നെ അതിൻ്റെ പൂർത്തിയാക്കി വിടാണ്. ഞാനിങ്ങനെ ഒറ്റക്കൊട്ടക്കൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ എനിക്ക് എല്ലാവരും മീറ്റിംഗ് പോകാറുണ്ട്. അതിനിടയ്ക്ക് 3 ചെറുപ്പക്കാർ മുന്നിൽ നിന്നു. എനിക്ക് അസിസ്റ്റന്റ് 3 പേരും സാർ നിങ്ങൾ കാണാൻ വന്നതാണ്. അത് 12 ആരോടും ഞാൻ വരാൻ പറഞ്ഞിട്ടില്ല. സാധാരണ ഒരാളും അവിടെ ഇരിക്കാറില്ല. നിയമസഭയിലുള്ള ഒരു റിട്ടയറിംഗ് റൂം ഉണ്ട്, അവിടെയാണ് സാധാരണ എൻ്റെ മെയിൻ ഓഫീസിലാണ് വരേണ്ടത്. ഇവിടേക്ക് വന്നത് ഞാൻ ഇങ്ങനെ വന്നതും ശരിയായില്ല. വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാവരും പിരിഞ്ഞിരിക്കും. അവിടെ പിരിയാതെ നിൽക്കുന്ന ഒരാളെന്ന് ഈ ഫയലിൽപ്പെടാൻ വേണ്ടി ഞാൻ മാത്രം നിൽക്കുക. അതെല്ലാം ഇതിന് ഉത്തരമായിട്ടവിടെ ദിവസങ്ങളുടെ സൈറ്റിൽ കയറേണ്ടതാണ്. അതുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവരുടെ 3 പേരുടെയും മുഖത്ത് ഞാൻ എൻ്റെ വിഷമം ഞാൻ വായിച്ചെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളിങ്ങനെ വരാനൊന്നും, നിങ്ങൾ തിരക്കണ്ടേ. ഒരാൾ ഒരിക്കൽ പറയും ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞിരുന്നു. നമുക്ക് എൻ്റെ ഓഫീസിൽ ആരുടെയും പറഞ്ഞു കാണുന്നത് ഉറപ്പാണ്. പിന്നെ ഇച്ചിരി സർവേ എടുത്ത് മന്ത്രിയോടൊക്കെ എങ്ങനെ പറയുന്നത് വിചാരിക്കും. അല്ലെങ്കിൽ അത് മനസ്സിലുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടാ വന്നതെന്നായിരിക്കും മനസ്സിലുണ്ടാവും. സ്വാഭാവികം കണ്ണൂരിൽ വണ്ടി ഓടിച്ച് അവർ വന്നിരിക്കുന്നതാണ്. ഞാൻ അവരോടെല്ലാം പറഞ്ഞെല്ലാം കേട്ടു. അവരെല്ലാം പൂണിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നത് മഷ്റൂം. ഈ മഷ്റൂം എനിക്കൊരു താല്പര്യമുള്ളൊരു ഭാഗമാണ്. ഞാനത് നോക്കുന്നത് എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കുന്നുണ്ടോ, കൃഷിക്കാരന് ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തോന്നുന്നത് ഞാൻ തന്നെ മഷ്റൂമിനെ നല്ലോണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു 100 മഷ്റൂം വില്ലേജസ് കേരളത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങി.
അതും എനിക്ക് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിലേക്ക് അറിയുന്നത്. ഞാൻ അത് പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറയുന്നത് അവർ പെല്ലറ്റ് ഉണ്ടാക്കി. നമ്മൾ സാധാരണ വൈക്കോലിനകത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഈ അറപ്പൊടി എന്ന് പറയുന്ന സോമിലെ തുപ്പിച്ചിട്ട് അതിലൊരു പെല്ലറ്റ് ഉണ്ടാക്കി. ഈ പെല്ലറ്റിനകത്ത് അതൊരു ഞാൻ 1 year ഒക്കെ അത് നിൽക്കും, ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റും. പലയിടങ്ങളിലും ഫാം സെറ്റ് ചെയ്യുന്നുണ്ട്. ചിപ്പിക്കൂൺ 1 കിലോ 500 രൂപയാണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, സത്യം പറയണം കേട്ടോ, പറയാൻ സമയം ഇതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടും? 20 ലക്ഷം ഒരു മാസം. അവർക്ക് ഈ പെല്ലറ്റ് വിൽപ്പന ചില ഫാമുകൾ അടിച്ചിട്ടുണ്ട്. അവർ 2-3 ഇറങ്ങും പോയി കേരളത്തിൽ 3-4 ഇറങ്ങുകൾ ഈ ഫാം സെറ്റ് ചെയ്യുന്നുണ്ട്. ആ 3 പേർ കൂടെ ചേർന്നുള്ള അവരുടെ വരുമാനമാണ്. ഞങ്ങളുടെ ചെറുപ്പക്കാരായ ആൾക്കാർ എല്ലാവരും നാളെ മുതൽ മണ്ണിലേക്ക് ഇറങ്ങി തൂമ്പായി എടുത്തുകൊണ്ട് ഇറങ്ങിയുള്ള കൃഷിയിലേക്കൊന്നും വരുമാനമില്ല. ഞങ്ങളിപ്പം പാലയിൽ ഭരണങ്ങാനത്ത് വരുമ്പോൾ അവിടെ ഹൈഡ്രോപോണിക്സ് ആണ്. ഹൈഡ്രോപോണിക്സ് ഒരു പുതിയ രീതിയാണ്. ഹൈഡ്രോപോണിക്സ് കേട്ടിട്ടുള്ളവരാണ്. ബാക്കി എന്തെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്യും. ഈ നമ്മളൊക്കെ എപ്പോഴും പറയും മണ്ണാണ് അടിസ്ഥാനം എന്ന് പറയും. മാറ്റേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ മണ്ണ് എപ്പോഴും അധികാരത്തിന്റെ പ്രശ്നമായിരുന്നു. മണ്ണിന്റെ ഉടമസ്ഥത വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാമാണ് കേരളത്തിൽ ഈ ഭൂപരിഷ്കരണത്തിലൊക്കെ എത്തുന്നത് മണ്ണാണ്. എല്ലാത്തിന്റെയും സ്വന്തമായി ഇത്തിരി മണ്ണ് എന്ന് പറയുന്നത് വലിയ ഇതാണ്. മണ്ണിലാണ് ഈ മണ്ണ് നേടിയിട്ടാണ് ഈ മണ്ണ് പിടിക്കാനല്ല ഇതൊക്കെ പോയിട്ടുള്ളതല്ല. ആ മണ്ണിൽ നിന്നാണ് പറയുന്നത്. ഈ ഇങ്ങോട്ടേക്ക് പലരും വന്നു തരയും മറ്റു പാടങ്ങളിലേക്ക് പോയി അധിനിവേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ മണ്ണ് കൈക്കലാക്കുക, മണ്ണിനും പെണ്ണിനും വേണ്ടിയിട്ടാണ് യുദ്ധങ്ങൾ. ഇതിനൊരു യുദ്ധങ്ങളുണ്ടായിരുന്നു ലോകത്തിൽ. അത് നിങ്ങൾ സെർച്ച് ചെയ്യുക, പഠിക്കുക, അല്ലെങ്കിൽ പുസ്തകങ്ങൾ നോക്കുക. സമയത്തിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ ഇത് നമ്മൾ ഈ കോട്ടയത്തു നിന്ന്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്, പാലായിൽ നിന്നൊക്കെ ഈ മലബാറിലേക്കുള്ള കുടിയേറ്റം മണ്ണ് മണ്ണിൽ അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് മണ്ണ് വേണം. വെള്ളത്തെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് ഹൈഡ്രോപോണിക്സ്. വെള്ളത്തെ കൊണ്ട് ജോലി ചെയ്യിക്കും. ഏതാണ്ട് അതിന്റെ മീനിങ് തന്നെ അങ്ങനെയാണ് ഈ ഹൈഡ്രോപോണിക്സ്. അപ്പോൾ വെള്ളത്തിനകത്തേക്ക് ഈ മൂലകങ്ങൾ കൊടുക്കുന്നു. ഒരു മുറിക്കകത്ത് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടി. ഞാൻ അവിടെയും പറഞ്ഞു, തിരുവനന്തപുരത്തെ എനിക്കുള്ള ഔദ്യോഗിക വസതി 2 വർഷം ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര മരങ്ങളാണ് ഇരിക്കുന്നത്. അതിന് എവിടെ കൊണ്ട് നമുക്ക് ഒന്നും നടാവുന്നില്ല. അപ്പൊ ഡയറക്റ്റ് സൺലൈറ്റിൽ ഒന്നും കയറി പിടിക്കില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വേണം. ലൈറ്റ് ഇന്ന് അതിനനുസരിച്ചുള്ള സൂര്യനിൽ നിന്ന് കിട്ടുന്ന ആ ലൈറ്റിനനുസരിച്ചുള്ള സംഭവം ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ചെയ്തു വരുന്നുണ്ട്. ലീഫി വെജിറ്റബിൾസ് ഇഷ്ടം. ഇതിനകത്തൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്ന വെജിറ്റാണെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ മാസം ഉണ്ടാക്കാവുന്ന ഇത്രയും ഒരു സംവിധാനമാണ്. ഒരു വലിയ മുറി തന്നെ ധാരാളം. ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ഈ രംഗത്ത്. ഞാൻ അവരിൽ മുമ്പ് തന്നെ വന്ന ഇന്നലെ കണ്ട മുഴുവനും ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആയിട്ട് ആ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് പോവാണ്. MBA പാസ്സായി നിങ്ങൾ വന്നു. ജേക്കബ് എന്ന് പറയുന്നത് ഒരു വലിയ പാഠപുസ്തകമാണ്. അത് നിങ്ങൾ നല്ലവണ്ണം ഇവിടെ കാണുന്ന ഓരോ മുറികളും ഇവിടുത്തെ ലാബ് ഫെസിലിറ്റിയും സംവിധാനങ്ങളും അവിടെ അവർ കാണിക്കുന്നതും അതിനകത്തിരിക്കുന്ന മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ജീവാണുവളത്തിന്റെയും മറ്റുള്ളവർക്ക് അപ്പുറത്തേക്ക് നിന്നിട്ട് ഒരു ബിസിനസിനെ എങ്ങനെ ഒരു 31 കൊല്ലം മുമ്പ് ആ ഒരു ഉൾവിളിയാർ എന്ന പോലെ എങ്ങനെ ഇതിലേക്ക് മാറി. ഇതെല്ലാം കണ്ട് കോപ്പി ആൻഡ് പേസ്റ്റ് കൊണ്ടും ഒന്നും എല്ലാം നമുക്ക് വിജയിച്ച് കാണണമെന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മൾ കാണുന്നത് കോപ്പി ആൻഡ് പേസ്റ്റ് ആണ് എല്ലാം എടുത്തിരിക്കുന്നത്. ചിലതൊക്കെ പറയാം എല്ലാവരും പോയി നാളെ എല്ലാവരും കൂടി ചെന്നിട്ട് ഇതേപോലെ ജീവാണുകളും എല്ലാം ഉണ്ടാകാൻ എവിടെ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരുത്താം. ഇവരുടെയൊക്കെ ജീവിതങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ സമയങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കുറെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തിന്റെ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും ഒക്കെ നിങ്ങൾ വെച്ച് വർത്തമാനങ്ങൾ നടത്തുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ കഥകളായിരിക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദാറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ആർട്ട്. ഞാൻ പറയും അത് ഒരു ഭാഗികമായിട്ട് ഹിസ്റ്ററി ഓഫ് ശ്രീ KJ ജേക്കബ് ആയിരിക്കും. ചരിത്രം എന്ന് പറയുന്നത് നമുക്കൊരു എന്തോ ഒരു അവഗണന നമുക്കെല്ലാവർക്കും ഉണ്ട്. അതൊരു മോശപ്പെട്ട ഒന്നാണ് എന്നൊരു തോന്നൽ ഉണ്ട്. അത് ആ തോന്നൽ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണമെന്ന്. ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് ഇന്ത്യയുടെയും നാടുകളുടെയും പ്രവർത്തനത്തിലുള്ള ഒരു ആയുധമാണ്. നോളജ് ഓഫ് ഹിസ്റ്ററി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ വെപ്പൺസ് ഇൻ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ
ബാറ്റിൽസ് എന്ന് പറയാറുണ്ട്. ഈ യുദ്ധം അല്ലെങ്കിൽ പോരാട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ജീവിതം തന്നെ ഇത്തരം ചില പോരാട്ടങ്ങളിലൂടെയാണ് കഴിയുന്നത്. സുഗമമായി ഒഴുകി ഇങ്ങനെ പോകുന്നവരല്ല, ഒരുപാട് തരത്തിലുള്ള വളവും തിരിവും ചുഴിയും വലിയും എല്ലാം ഉള്ള ഒരു നദി പോലെ മാത്രമേ നമുക്ക് ജീവിതത്തെയും കൊണ്ടുപോകാൻ. അവിടെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം തടസ്സങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണ് ഏറ്റവും ഒരു തടസ്സവും ഇല്ലാതല്ല ഒരു മനുഷ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അതിനകത്തേക്ക് ഒരുപാട് ടോർച്ചടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ അതിൻ്റെ ഒരുപാട് ഇത്രയും തന്നെ ഞാൻ പറഞ്ഞത് നീണ്ടുപോയി എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇങ്ങനെയൊരു കാര്യങ്ങളിലേക്ക് 31 വരെ ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ജൈവ ഇപ്പോൾ കേരളത്തിൽ ജൈവ കാർഷിക മിഷനിലേക്ക് എത്തുന്നു. ഞാൻ വലിയ എതിർപ്പ് നേരിടുന്ന വിഭാഗം രംഗമാണ്. ഞാൻ ഇന്നലെ മനോരമ മേടിക്കും. മനോരമ കൃഷിമുറ്റം എന്ന് പറഞ്ഞിട്ട് നല്ല പാഠത്തിനാണ് ചെയ്യുന്നത്. അവരോട് തന്നെ എത്ര പച്ചക്കറികളുണ്ടാക്കി എല്ലാം അവതരിപ്പിച്ച ആ പെൺകുട്ടി അത് ജൈവ രീതിയിലാണെന്ന് പറഞ്ഞാൽ അതൊരു റൈറ്റിംഗ് ആണ് ഡബിൾ ഇൻവേർട്ടഡ് കോമ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെയാണെങ്കിൽ അത് അല്ലാത്തതുകൊണ്ടൊരു സ്ട്രെസ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. കാരണം ഇതൊരു അത്യാവശ്യമായ കാര്യമാണെന്ന് അറിയാം. ഇതിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതുകൊണ്ടുണ്ടാവുന്ന 5 കൊല്ലത്തെ നഷ്ടമായി സഹിക്കും എന്ന് ചോദിക്കുന്നവർ. 5 കൊല്ലം നഷ്ടമാണെന്ന് എവിടെയും കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഈ തിരിച്ചുള്ള ചോദ്യം ആരും ആര് കണക്ക് കൂട്ടി നഷ്ടമാണെന്നുള്ള കാര്യം ശ്രീലങ്കയ്ക്ക് പറ്റിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ? ശ്രീലങ്ക തകർന്നത് ഓർഗാനിക് ഫാമിംഗിലേക്ക് പോയിട്ടല്ലേ എന്ന് ചോദിക്കുന്നത്. ശ്രീലങ്ക അവർക്ക് വിദേശ നാണയത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കാണിച്ചു ഒരു കുറുക്കുവഴിയായിരുന്നു. ഫെർട്ടിലൈസർ ഇറക്കാൻ പൈസ ഇല്ലായിരുന്നു. ഒന്നാം വലിയ ജൈവ കൃഷിയിലേക്ക് നീങ്ങാം. അതിനാവശ്യമായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇൻപുട്ടൊന്നും ഇല്ല, ചുമ്മാ പ്രഖ്യാപിക്കാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അതൊരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യം. പറഞ്ഞത് നീണ്ടുപോയി, ഞാൻ ഇനിയും കിട്ടുന്നത് ശരിയല്ല. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ആപ്ത കുടുംബാംഗങ്ങളെ മുഴുവൻ പേരി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിന്റെ വിതരണോദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. സിമി കുര്യൻ, ഗോപിക ഗോപകുമാർ, ഡോണ തോമസ്, സിമി സാബു, നസറി, ഹരിപ്രിയ, മരിയ, ജെസിമോ, നിവേദിത ദിനം, ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ശ്രീലക്ഷ്മി സുരേഷ്, കൃഷ്ണഹരി, അപർണ, ആതിര, വർഷ ദിലീപിന് വേണ്ടി വർഷ, കാരോളിൻ,
Mira. Faith. Sigo. Mr. Alfred. Thank you, students. സർട്ടിഫിക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പ്രസാദ് സാറിനോട് മറ്റുള്ളവരോട് എല്ലാവരോടുമുള്ള അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ ബഹുമാനായ അപ്റ്റെക്കിന്റെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പി പ്രസാദ്, ഡോക്ടർ രാധാകൃഷ്ണൻ, ബഹുമാനായ അപ്റ്റെക്കിന്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കാർഷിക രംഗത്തെ മികച്ച ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. ഇവിടെ മന്ത്രി പറഞ്ഞ പോലെ ഒരു ഡിവൈൻ ജോലി രാജ്യം ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ധാരാളം തന്റെ പൊതു പ്രവർത്തനത്തിനിടയിൽ ഞങ്ങളെല്ലാവരും വെസ്റ്റ് ബ്ലോക്കിന്റെ ആൾക്കാർ കൂടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗില് അവിടെ രാജ്യത്ത് ഒരു തീരെ പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള സഹായം അതിന്റെയും ഭാഗമാക്കാൻ ധാരാളം ചികിത്സാ സഹായങ്ങൾ നമുക്കെല്ലാം പ്രതീക്ഷയ്ക്കപ്പുറം തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ക്യാൻസർ രോഗികളടക്കമുള്ള മാരകമായ രോഗത്തിൽ സഹായിക്കാൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനമെല്ലാം നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം അപ്റ്റെക്കിന്റെ ഓരോ വികസന രംഗവും ഒരു നാടിന്റെ ഏറ്റവും വലിയ വികസനമായി കാണുന്നതാണ്. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിമാർ ഞാൻ ധാരാളം ഇവിടെ ഓരോ സ്റ്റേജിലുള്ള വളർച്ചയിലാണ്. വി വി രാഘവൻ മന്ത്രിയായിരുന്നു ഞാൻ, കൃഷ്ണൻ കണിയാമ്പറമ്പിൽ മന്ത്രിയായിരുന്നു, മുല്ലക്കര നായർ മന്ത്രിയായിരുന്നു, സുനിൽ മന്ത്രിയായിരുന്നു. അപ്പൊ ഈ ഓരോ പ്രാവശ്യം നമ്മുടെ വിനോദ വിശ്വനാഥ് ഓരോ തവണയും നമുക്കിവിടെ വരുമ്പോ വലിയ ഡെവലപ്മെന്റ്സിന് എല്ലാ ഫീൽഡിലും ഉണ്ടാകുന്ന നേരിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നതിനുള്ള സന്തോഷമാണ് മനസ്സ് നിറഞ്ഞ് അതിനെ അഭിനന്ദിക്കാൻ കൂടി മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവര് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തന്നെ കാർഷിക രംഗത്തെ മികച്ച സംഭാവനകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഡിവൈനായ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ കൂടി രാജ്യത്തെ ഈ സ്ഥാപനത്തിന് അപ്റ്റെക്കിന് മാറാൻ കഴിയും. അതിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിനുള്ള ആത്മാർത്ഥമായ ഒരു സന്തോഷം കൂടി രേഖപ്പെട്ടുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ശ്രമിക്കുന്നു. തുടർന്ന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഇ കെ രാധാകൃഷ്ണൻ, ഡയറക്ടർ ഓഫ് ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ MG യൂണിവേഴ്സിറ്റി, സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. Most respected Honorable Minister for Agriculture, Sri Prasad Sir, Sri K.J. Jacob Sir, Chairman APTEC, Sri Advocate B.B. Binu Sir, CPI Kottayam District Secretary, and all the invited guests. സെൻട്രൽ കേരളയിലെ പ്രത്യേകിച്ച് കോട്ടയത്തില് യൂണിവേഴ്സിറ്റിയും ആപ്റ്റെക്കും ചേർന്ന് വലിയ ഒരു മാറ്റങ്ങളും മാതൃകകളുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി തലത്തില് നമ്മുടെ പ്രത്യേകിച്ച് അഗ്രികൾച്ചർ സെക്ടർ ഉൾപ്പെടെയുള്ള മേഖലകളുടെ അടുത്ത തലത്തിലുള്ള വികസനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ ഒരു കോൺട്രിബ്യൂഷൻ വലുതാണ്. അപ്പൊ ആ ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആപ്റ്റെക്കിനെ യൂണിവേഴ്സിറ്റിയുടെ ഒരു അപ്രൂവ്ഡ് റിസർച്ച് സെന്ററായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും ഞങ്ങൾ യൂണിവേഴ്സിറ്റിയും ആപ്റ്റെക്കുമായിട്ട് ചേർന്ന് ഞങ്ങൾ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു PhD പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ PhD പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്
സാധാരണഗതിയിലുള്ള ഒരു ഗവേഷണ പ്രവർത്തനത്തിനപ്പുറം ഇതിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയും അതിനുള്ള സാധ്യതകൾ പഠിക്കുകയും അതിനുശേഷം ആ ഉൽപ്പന്നം ആർടെക്കിന് കൈമാറുകയോ അല്ലെങ്കിൽ ആർടെക്കിന്റെ ഭാഗമാകുകയോ ചേർന്നുകൊണ്ട് മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു വലിയ മാതൃക നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതാണ് ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ സ്റ്റുഡന്റ് ട്രെയിനിങ് പ്രോഗ്രാം യൂണിവേഴ്സിറ്റി കൂടെ ചേർന്ന് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ 4 ഇയർ UG പ്രോഗ്രാം നടപ്പിലാക്കുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള പ്രധാന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഇൻഡസ്ട്രിയൽ മെന്റർഷിപ്പ് ആൻഡ് ട്രെയിനിങ് കിട്ടുകയാണ്. അപ്പൊ ആ ഒരു അവസരവും അതിന്റെ സാധ്യതകളും കണ്ടുകൊണ്ടാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ആർടെക്കും ചേർന്ന് കുട്ടികൾക്ക് മാക്സിമം ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു സാധ്യത ഞങ്ങൾ വളരെ കാര്യമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ സയൻസ് വിഭാഗത്തിലുള്ള കുട്ടികളുണ്ട്, മാനേജ്മെന്റിന്റെ കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ എല്ലാവിധ മേഖലയിലുള്ള കുട്ടികൾക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് ആർടെക് ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. ആ പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വർക്ക് കഴിഞ്ഞ് ആർടെക്കിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ പുതിയൊരു മാതൃകയാണ് ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു അഗ്രി ഇന്നോവേഷൻ ഹബ്ബായിട്ട് നമുക്കിത് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും പഞ്ചാബ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയും വിസിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ അവിടെ അറിഞ്ഞ ഒരു കാര്യം, അവിടുത്തെ ഒരു പ്രവർത്തന മേഖല കൊണ്ട് വന്ന ഒരു മാറ്റം, കർഷകര് അവിടെ പാലിന് 1 ലിറ്ററിന് 35 രൂപയോ മറ്റോ കിട്ടുന്ന സാഹചര്യത്തിൽ അവർക്ക് ലാഭകരമല്ലാതെ വന്നപ്പോൾ അവരുടെ കാര്യമായ ഇടപെടൽ വഴി പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. അത് കാരണം 35 രൂപയിൽ നിന്ന് 100 രൂപ വരെ ഒരു കർഷകന് കിട്ടുന്ന ഒരു സാധ്യതയാണ് അവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അതോടൊപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി സ്റ്റാർട്ടപ്പ് ഇന്ത്യ എക്സിബിഷൻ ന്യൂഡൽഹിയിൽ പോവുകയുണ്ടായി. അവിടെ കണ്ടൊരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് പൈനാപ്പിൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ. അപ്പൊ അതില് സാധാരണ രീതിയിൽ ഡ്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡ്രൈ ചെയ്യുകയോ മറ്റു പ്രോസസ്സിങ്ങോ മറ്റൊന്നുമില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 90 ദിവസം വരെ അത് കേടുകൂടാതെ ഇരിക്കാം എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മളുടെ പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അതിനായി ഒരു അഗ്രി ഇന്നോവേഷൻ ഹബ് എന്നുള്ള ഞങ്ങളുടെ ഒരു സ്വപ്നത്തിന് അങ്ങയുടെ എല്ലാവിധമായ പിന്തുണയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പൊ അവിടെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒന്ന്, മറ്റ് സ്ഥലങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ പ്രാദേശിക തലത്തിലേക്ക് കർഷകരിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു ആശയം ഞങ്ങളതിൽ കാണുന്നത്. രണ്ടാമത് കൂടുതൽ ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി തലത്തിൽ. അതായത് കേരളത്തില് ഇപ്പോൾ ഏറ്റവും അതിനനുയോജ്യമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത് 4 ഇയർ UG പ്രോഗ്രാം എന്നുള്ള ഒരു നമ്മുടെ പുതിയ പദ്ധതി മൂലമാണ്. 4ാമത്തെ വർഷം കുട്ടികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായി പ്രോജക്ട് വർക്കുകളിലേക്ക് ഏർപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രാദേശിക തലത്തിലുള്ള നമ്മളുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ വെറ്റിനറി ഉൾപ്പെടെയുള്ള സെക്ടറുകളിലെ പ്രശ്നങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ നമുക്ക് കൊടുക്കുകയും ആ ശ്രദ്ധ ഉൽപ്പന്നങ്ങളാക്കുന്നതിനുള്ള ഒരു എക്കോസിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ നമ്മളുടെ ഇവിടെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിലെ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിനുള്ള ഒരു അമൂല്യമായ സാധ്യതയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അവിടെയാണ് ആർടെക്കും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഒരു കൊളാബറേഷന്റെ അനന്തമായ സാധ്യത നിൽക്കുന്നത്. കാരണം യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്കാദമിക വശം, അതിന്റെ ഗവേഷണങ്ങൾ, പഠന മേഖല, വൈദഗ്ധ്യം, അതോടൊപ്പം തന്നെ ഒരു ഇൻഡസ്ട്രിയുടെ അതിന്റേതായിട്ടുള്ള ബിസിനസ്, മാർക്കറ്റിംഗ്, ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു മാതൃകയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകുവാൻ ഒരു അഗ്രി ഇന്നോവേഷൻ ഹബ് എന്നുള്ള രീതിയിൽ വലിയൊരു സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം ഞങ്ങൾ കാണുന്ന ഒരു അനന്തമായ സാധ്യത എന്താണെന്ന് വെച്ചാൽ കോട്ടയത്ത് ധാരാളം നമ്പർ ഓഫ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുണ്ട്. അപ്പൊ ഇവിടെ നേരിടുന്ന ഒരു വെല്ലുവിളി നമ്മൾ പലപ്പോഴും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ കാണുന്നത് അവരെ നമുക്കൊന്ന് നെറ്റ്വർക്ക് ചെയ്ത് കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു സംവിധാനം നമുക്ക് കോട്ടയത്തുള്ളപ്പോൾ കോട്ടയത്തിന്റെ അഗ്രികൾച്ചർ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിന്റെ ഒരു നെറ്റ്വർക്ക് കൊണ്ടുവരികയും അവർക്ക് വേണ്ട സാങ്കേതിക വിദ്യകൾ കൊടുക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് പ്രത്യേക തരത്തിലുള്ള പ്രാദേശിക തരത്തിലുള്ള
വിപണന മേഖല ഇൻക്ലൂഡിംഗ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള മേഖലകൾ തുറന്ന് അതിന്റെ ഒരു സാധ്യത സർക്കാരും യൂണിവേഴ്സിറ്റിയും ആപ്ടെക്കും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാം. കാരണം നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും കാണുന്നു പല ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളും അവരുടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് പോലും അവർ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റുകൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഇൻവോൾവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ വലിയൊരു സാധ്യതകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു പ്രധാന മേഖല ഞങ്ങൾ അഗ്രി വേസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ വലിയ ഒരു പ്രവർത്തന മേഖല ഞങ്ങൾ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ബയോ എനർജി ജനറേഷൻ ഫ്രം അഗ്രി വേസ്റ്റ് എന്നാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഗവേഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കരിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് അത് 24 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു പ്രത്യേക പ്രോസസ്സിങ്ങിലൂടെ ഇതിൽ നിന്നും നമുക്ക് ബയോ എനർജി ജനറേറ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, ഇതിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് എന്ന് കരുതപ്പെടുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് വാല്യൂ അഡീഷൻ കൊടുക്കുക, അതിൽ നിന്നും ബയോ എനർജി, ബയോമീഥേൻ, ബയോ ഹൈഡ്രജൻ എന്നുള്ള രീതിയിലുള്ള ഒരു വാല്യൂ അഡീഷൻ കൊടുക്കുന്നത് നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള വേസ്റ്റ് എന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കുവാനും നമ്മളുടെ ഊർജ മേഖല അതിനു വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ആയിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതിനും വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും അത്തരത്തില് ഒരു വികസന മാതൃകയ്ക്ക് ആപ്ടെക്കും MG യൂണിവേഴ്സിറ്റിയും ചേർന്നിട്ടുള്ള ഈ കൊളാബറേഷൻ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രവർത്തനത്തില്. അതോടൊപ്പം തന്നെ നമ്മൾ പല ഇൻഡസ്ട്രിയായിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്, പല കൊളാബറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ആപ്ടെക്കിന് കാര്യങ്ങളോടുള്ള ഒരു ആത്മാർത്ഥത, അവരുടെ ഒരു സിൻസിയറിറ്റിയാണ് പലപ്പോഴും നമ്മൾ അവരോട് വർഷങ്ങളായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മൾക്കും ഒരു സപ്പോർട്ട് തരുന്നത്. അതിൽ പ്രത്യേകിച്ച് KJ ജേക്കബ് സാറിനോട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. കാരണം ഞങ്ങളുടെ പല ഇന്നോവേഷൻ പ്രോഗ്രാമുകളിലും ഞങ്ങളുടെ പല സ്റ്റുഡന്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളിലും ഞങ്ങളുടെ ഒരു ഇൻഡസ്ട്രിയൽ മെന്ററാണ് അദ്ദേഹം. അതോടൊപ്പം വിപിൻ സാറും അതോടൊപ്പം തന്നെ UGCയുടെ പ്രത്യേക പ്രൊഫസർഷിപ്പ് നൽകി യൂണിവേഴ്സിറ്റിയെ അദ്ദേഹം ആദരിക്കുകയും ഉണ്ടായി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും തിരക്കിനിടയിലും വന്ന് നമ്മുടെ ഈ കാര്യങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അഗ്രികൾച്ചർ മിനിസ്റ്ററോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാറ്, BB ലിനു സാറ്, ജേക്കബ് സാറ്, രാധാകൃഷ്ണൻ സാറ്, ഡെപ്യൂട്ടി ഡയറക്ടർ സുസുമ മാഡം, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഞാൻ. നമ്മളൊരു നമ്മുടെ സർക്കാർ ഒരു ഫണ്ട് ചെയ്ത ഒരു ഏജൻസി അത് ഒരു 10 വർഷം കഴിയുമ്പോഴും ഒരു 20 വർഷം കഴിയുമ്പോഴും അത് അതിൻ്റെതായ ഒരു മോട്ടോയില് നല്ല രീതിയിൽ നിന്ന് വളർന്നു വരിക എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 2010-11 നമ്മൾക്ക് ഒരു പ്രോജക്ട് ബയോ കൺട്രോൾ യൂണിറ്റിന് ഒരു പ്രോജക്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആരും വിചാരിച്ചില്ല ഇത് ഇത്രത്തോളം വളർന്നു വരും എന്ന്. അതിന് ഫണ്ട് ചെയ്ത് അന്ന് നമ്മൾ 24.45 lakhs അന്ന് ഫണ്ട് ചെയ്തു. അപ്പൊ ആ ഫണ്ട് ചെയ്തു കൊടുത്ത ആ ഒരു പ്രോജക്റ്റാണ് ഇന്ന് ജേക്കബ് സാറ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ 2021 ഈ ബയോ കൺട്രോൾ ലാബിന് വേണ്ടിയിട്ട് 9.975 rupees അതും ഫണ്ട് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇന്ന് നമുക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി നിൽക്കാൻ സാധിക്കും. കാരണം അപ്ടെക്കിന്റെ പ്രോഡക്റ്റ് ഫാമേഴ്സിന് എല്ലാവർക്കും അവൈലബിൾ ആണ്. അതിന്റെ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഞങ്ങൾ പല പ്രാവശ്യവും ടെസ്റ്റിനൊക്കെ അയച്ചിട്ടുണ്ട്. റിജക്ഷൻ ഏറ്റവും കുറവ് വന്നിരിക്കുന്ന അപ്ടെക്കിന്റെ തന്നെ പ്രോഡക്ട്സ് ആണ്. ഒത്തിരി കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡ് തന്നെയാണ്. അപ്പൊ അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ പ്രോഡക്റ്റിനോട് അതിന്റെ ഉൽപ്പന്നങ്ങളോടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്രകാരമുള്ള ഒരു സ്റ്റുഡന്റ് പ്രോഗ്രാം വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. കാരണം സ്റ്റുഡൻസിന് ഓരോ എൻട്രിപ്രണേഴ്സ് ആയിട്ട് സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനോടൊക്കെ ഡിപ്പാർട്ട്മെന്റിന് മീൻസ് വളരെ സന്തോഷമുണ്ട്. സാർ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം പുതിയ ടെക്നോളജി കൊണ്ടുവരുന്ന ടെക്നോളജി ഡിസിമിനേഷന് വേണ്ടിയിട്ട് സാർ ഒരു പ്രോജക്റ്റ് കൊടുത്തെന്നാൽ ടെക്നോളജി ഡിസിമിനേഷന് നമുക്ക് ഹോർട്ടിക്കൾച്ചറിന്റെ ഫണ്ട് മീൻസ് നമുക്ക് മേടിക്കാം. അതിനകത്ത് നമുക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട് ടെക്നോളജി ഡിസിമിനേഷന് വേണ്ടിയിട്ട്. അപ്പൊ അതും കൂടെ
സാറും ഞങ്ങളുടെ മന്ത്രിക്ക് അറിയാം. അപ്പൊ ഞാൻ അതും കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് വന്ന് നമുക്ക് ആ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മിനിസ്റ്റർ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നു. സാധാരണ അപ്പോ ഇപ്പോഴും സാറ് പോകും, പിന്നെ നമ്മളാ പുറകെ പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ശരിക്കും ഞാൻ ഭയങ്കര ഭിൻസത്രിൽഡായിപ്പോയി. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീമതി സുസമ്മ പി വി, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ENT, മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ അപ്റ്റക്കിന്റെ ജേക്കബ് സാർ, അതുപോലെ ബിനു സാർ, രാധാകൃഷ്ണൻ സാർ, പ്രിയപ്പെട്ടവരെ, വളരെ അടുത്ത് ഇന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ ഒരു പ്രസംഗം കേൾക്കാൻ സാധിച്ചു എന്നതാണ് ഇന്നത്തെ ഒരു വലിയ സന്തോഷത്തിന്റെ ഒരു കാരണമായിട്ടുള്ളത്. ഈ അപ്റ്റക്കിന്റെ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന വാക്ക് തന്നെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള 2 വാക്കുകൾ, ഫുഡ് സേഫ്റ്റിയും ഫുഡ് സെക്യൂരിറ്റിയും രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള അദ്ദേഹത്തിന്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള വലിയ പ്രസംഗങ്ങൾ നമ്മളെപ്പോഴും കേൾക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡ് സേഫ്റ്റി, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അത് സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യം, അതാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഡിവൈൻ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ദൗത്യത്തിലേക്ക് ഉള്ള കേരളത്തിലെ കർഷകരെ സഹായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ കർഷകർക്ക് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അപ്റ്റക്ക് എന്നുള്ളത്. ഈ ഏകദേശം അപ്റ്റക്കിന് 31 വർഷം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 27-28 വർഷത്തെ സർവീസ് ഉണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞങ്ങളത് നോക്കി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നലെ അദ്ദേഹം ക്ഷണിക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് എറണാകുളത്തെ അപ്റ്റക്കിന്റെ സെയിൽസ് മാനേജറുടെ പേരായിരുന്നു. അത് നമ്മളുമായിട്ട് അത്രയും അടുത്ത സൗഹൃദവും ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലാബ് ഒറ്റപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സ്യൂഡോമോണാസിനെയായാലും ട്രൈക്കോഡർമയായാലും അതുപോലെ ഈ ബയോ കൺട്രോൾ ഏജന്റുകളെ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനേക്കാൾ ഏറെ പ്രയാസപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അത് പോപ്പുലർ ആക്കുന്നതിൽ അതിനേക്കാൾ ഏറെ ശ്രമിച്ചിട്ടുള്ള സ്ഥാപനമാണ് അപ്റ്റക്ക് എന്നത്. ആദ്യകാലത്ത് ഒരുപക്ഷെ കൃഷി വകുപ്പിന്റെ ചില സബ്സിഡികളൊക്കെ ഈ പ്രോഡക്റ്റ് കർഷകരിലേക്ക് എത്തുന്നതിന് സഹായകരമായിട്ടുണ്ടായിരുന്നിരിക്കാം. എങ്കിൽ പോലും പിന്നീട് ഇന്ന് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളും എടുത്തു നോക്കിയാലും ഏത് അഗ്രി ഇൻപുട്ട് സ്റ്റോറിൽ പോയാലും അപ്റ്റക്കിന്റെ പ്രോഡക്റ്റുകൾ കർഷകർക്ക് അത്രയും വിശ്വാസ്യതയുള്ള പ്രോഡക്റ്റായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഏത് സ്റ്റോർ കടന്നു പോയാലും ആ സ്റ്റോറിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഷെൽഫിൽ അപ്റ്റക്കിന്റെ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു നമുക്കൊരു എന്താ പറയാ, തമാശ പോലെ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഏറ്റവും ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ ഈ 2025 കൂടോത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ അറിവ് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതില് കൃഷിയെ സംബന്ധിച്ച് നേരത്തെ സാർ പറഞ്ഞതുപോലെ ഇതിന്റെ ജൈവ കാർഷിക മിഷനൊക്കെ വരുമ്പോൾ നമ്മളുടെ ആശങ്കയെ ദൂരീകരിക്കുന്നതിനാവശ്യമുള്ള തെളിമയാർന്ന വിജ്ഞാനം ആളുകളിലേക്ക് എത്തിക്കണം. അപ്പൊ അങ്ങനെ ഒരു തെളിമയാർന്ന വിജ്ഞാനം അതിലേക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പുതിയ തലമുറയ്ക്ക് ഈ ജൈവ കൃഷി രീതികളെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു വിജ്ഞാനം കൊടുക്കുന്ന ഇതുപോലെയുള്ള ഒരു കോഴ്സ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കൂടി സഹകരണത്തോടുകൂടി വന്നിരിക്കുക. അപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞാലും മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ഈ ഭയത്തെ മാറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. ആ അറിവ് ശരിയായ ശാസ്ത്ര സാങ്കേതികത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അറിവ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന്, കൂടുതൽ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന് അപ്റ്റക്ക് നടത്തുന്ന MG സർവകലാശാല നടത്തുന്ന ഈ ശ്രമങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി മാറിയ കുട്ടികൾക്കും എന്റെ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനം കണ്ടപ്പോൾ DDENT എന്നുള്ള നിലയിൽ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള പാലിഹെൽത്ത് ക്ലിനിക്കിലെയൊക്കെ ജീവനക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു ട്രെയിനിങ് പരിശീലനം ഒക്കെ കൊടുക്കാനായിട്ട് ഈ സ്ഥാപനം മാറ്റാൻ കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം പല ക്ലിനിക്കുകളിലെയും ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ശരിയായ കാര്യപ്രാപ്തി ഇല്ലാതെ നമ്മുടെ ക്ലിനിക്കിലെ സ്കൗട്ടുമാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ആ രീതിയിൽ അപ്റ്റക്കിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയുമ്പോൾ നമ്മളിപ്പോ ഈ വിദ്യാർത്ഥികൾ വളരെ ഒരു നോളജ് ഇക്കോണമിയുടെ ഒരു കാലഘട്ടത്തിൽ
അവരുടെ വിജ്ഞാനത്തിനെ സമ്പത്താക്കി മാറ്റുന്ന അഗ്രി ബിസിനസ് സ്റ്റാർട്ടപ്പുകളിലേക്കും അതുപോലെ ട്രെൻഡിങ്ങിലേക്കും അവർക്കും കടന്നു വരാനും അത് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ശരിയായ ദിശാബോധത്തിലുള്ള കാർഷിക വളർച്ചയ്ക്കും സഹായകരമാകട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മന്ത്രിക്ക് പോകേണ്ടതുണ്ട്, നന്ദി കാര്യമായിട്ട് പറയുന്നില്ല. ഇന്നത്തെ ഈ ചടങ്ങ് ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് നമ്മുടെ കൂടെ ആയിരുന്ന ബഹുമാന്യനായ മന്ത്രിക്കും കടന്നു വന്ന ആശംസകൾ അറിയിച്ച സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒറ്റ വാക്കിൽ